9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ലൈല കരുമാരത്തൊടികയാണ്. അവർ സീനിയർ വെറ്റിനറി സർജൻ ആണ്. പെരിന്തൽമണ്ണയിലെ വെറ്റിനറി പോളിക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറെ സ്നേഹത്തോടെ ലൈല മാഡത്തെ ഡിവിഷൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിവിഷൻ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിലെ അംഗമായ ജസീറ മാഡം, മറ്റ് ടീം മെമ്പേഴ്സ് ഓരോരുത്തരെയും ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ സെഷൻ ഏറ്റെടുക്കുന്നതിനായി ലൈല മാഡത്തെ ക്ഷണിക്കുന്നു. മാം, പ്ലീസ്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ആദ്യമായി എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച ഡയറക്ടർ ശ്രീമതി നൂസിയ മാഡത്തിന് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് റേബീസ് അഥവാ പേവിഷബാധയെ കുറിച്ചാണ്. മനുഷ്യരിലും മൃഗങ്ങളിലുമായി കാണപ്പെടുന്ന ഏകദേശം 100% മരണകാരണമാവുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. റേബീസ് ഒരു വൈറസ് രോഗമാണ്. റേബീസ് വൈറസ് പ്രധാനമായും നായകൾ, പൂച്ചകൾ, കുറുക്കൻ, വവ്വാൽ തുടങ്ങിയ സസ്തനികളിലാണ് കാണപ്പെടുന്നത്. രോഗബാധിതമായ മൃഗത്തിന്റെ കടിയിലൂടെ വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുകയും പിന്നീട് നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലേക്ക് എത്തുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ പ്രധാനമായും ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ക്ഷീണം, കടിയേറ്റ സ്ഥലത്ത് വേദനയോ ചൊറിച്ചിലോ അനുഭവപ്പെടുക എന്നിവയാണ്. എന്നാൽ രോഗം മൂർച്ഛിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ഭയം, അമിത ഉത്കണ്ഠ, ആക്രമണ സ്വഭാവം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ പ്രകടമാകും. പ്രതിരോധം. റേബീസ് പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം വളർത്തുമൃഗങ്ങൾക്ക് കൃത്യമായ വാക്സിനേഷൻ നൽകുന്നതാണ്. കടിയേറ്റാൽ ഉടൻ സോപ്പും ഒഴുകുന്ന വെള്ളവും ഉപയോഗിച്ച് മുറിവ് നന്നായി കഴുകി വൈദ്യസഹായം തേടുകയും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് PEP ചികിത്സ ആരംഭിക്കുകയും വേണം. ഇനി പേവിഷബാധയുടെ ആഗോള സാഹചര്യം നോക്കാം. ലോകമെമ്പാടുമായി ഓരോ വർഷവും ഏകദേശം 59,000 പേർ പേവിഷബാധ മൂലം മരണപ്പെടുന്നതായാണ് കണക്ക്. ഇതിൽ തന്നെ വളരെ ആശങ്കാജനകമായത് ഇതിന്റെ 1/3 ഭാഗവും സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പേവിഷബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി ഇത് ഏതൊക്കെ മൃഗങ്ങളെ ബാധിക്കുമെന്ന് നോക്കാം. പേവിഷബാധ നായകളിൽ മാത്രമല്ല, വളർത്തു മൃഗങ്ങളായ പൂച്ച, പശു, ആട്, കുതിര എന്നിവയ്ക്കും രോഗം ബാധിക്കാം. അതുപോലെ വന്യമൃഗങ്ങളായ കുറുക്കൻ, ചെന്നായ, കുരങ്ങ്, വവ്വാൽ തുടങ്ങിയവയ്ക്കും രോഗവാഹകരായി പ്രവർത്തിക്കാൻ കഴിയും. അതിനാൽ എല്ലാ ഉഷ്ണരക്ത ജീവികളെയും നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. വളർത്തുമൃഗങ്ങളിലേക്ക് രോഗം പടരുന്നത് രോഗബാധിതമായ മൃഗത്തിന്റെ ഉമിനീരിലൂടെയാണ് വൈറസ് വളർത്തുമൃഗങ്ങളിൽ എത്തുന്നത്. അത്തരം മൃഗം കടിക്കുകയോ മുറിവിൽ നക്കുകയോ ചെയ്താൽ വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് രോഗലക്ഷണമുള്ള മൃഗങ്ങളുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കണം. രോഗബാധിത മൃഗത്തിൽ നിന്ന് മറ്റൊരു മൃഗത്തിലേക്കോ മനുഷ്യരിലേക്കോ പ്രധാനമായും കടിയിലൂടെയാണ് രോഗം പകരുന്നതെങ്കിലും ചില സാഹചര്യങ്ങളിൽ മാന്തലിലൂടെയോ തുറന്ന മുറിവുകളിൽ ഉമിനീർ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പകരാൻ സാധ്യതയുണ്ട്. അതിനാൽ ഏതെങ്കിലും സംശയാസ്പദമായ സമ്പർക്കം ഉണ്ടായാൽ ഉടൻ മുൻകരുതലുകൾ സ്വീകരിക്കണം. രോഗലക്ഷണങ്ങളിൽ മൃഗങ്ങളിൽ 2 തരമായിട്ടാണ് കാണുന്നത്. ഒന്ന് അതിൻ്റെ രൗദ്ര രൂപമാണ്. ഈ അവസ്ഥയിൽ മൃഗം വളരെ ആക്രമണാസക്തമായി കാണുകയും അമിതമായി ഉമിനീർ ഒഴുകുകയും ചെയ്യും. കടിച്ചു പറിക്കുന്ന സ്വഭാവം, ഭക്ഷണം കഴിക്കാതിരിക്കുക, നടക്കുമ്പോൾ വീഴാൻ പോവുക എന്നീ ലക്ഷണങ്ങളും കാണാം. രണ്ടാമത്തേത് ശാന്തരൂപമാണ്. ഈ അവസ്ഥയിൽ മൃഗം മിണ്ടാതെയും ഒറ്റപ്പെട്ടും ഇരിക്കും. പിന്നീട് ക്രമേണ തളർച്ചയും പക്ഷാഘാതവും ഉണ്ടാവാം. ഈ 2 രീതിയാണെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ
വെറ്ററിനറി ഡോക്ടറുടെ സഹായം തേടണം. രോഗബാധിത മൃഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രോഗബാധിതരായ മൃഗങ്ങളിൽ ചില പൊതുവായ വ്യത്യാസങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും. സാധാരണ ശാന്ത സ്വഭാവമുള്ള മൃഗങ്ങൾ അസ്വസ്ഥതയും അക്രമ സ്വഭാവവും പ്രകടിപ്പിച്ചേക്കാം. ചിലപ്പോൾ നേരെ വിപരീതമായി വളരെ സജീവമായിരുന്ന മൃഗങ്ങൾ മന്ദഗതിയായും ആവുകയും ഒറ്റപ്പെടുകയും ചെയ്യും. അമിതമായി ഉമിനീർ ഒഴുകുക, ശബ്ദത്തിൽ മാറ്റം വരിക, ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, വിചിത്രമായ വസ്തുക്കൾ കടിച്ചു പറിച്ച് കളയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മൃഗത്തെ മറ്റുള്ളവയിൽ നിന്ന് മാറ്റി നിർത്തി ഉടൻ വെറ്റിനറി സഹായം തേടേണ്ടതാണ്. മനുഷ്യരിലുള്ള രോഗലക്ഷണങ്ങൾ പ്രധാനമായും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പനി, തലവേദന, ക്ഷീണം, കടിയേറ്റ സ്ഥലത്ത് വേദനയോ ചൊറിച്ചിലോ അനുഭവപ്പെടും. എന്നാൽ രോഗത്തിന്റെ അവസാന ഘട്ടമാകുമ്പോഴേക്കും വെള്ളം കുടിക്കാൻ ഭയം, വായു തട്ടുമ്പോൾ അസ്വസ്ഥത, വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, അമിത ഉത്കണ്ഠ, പിന്നീട് പക്ഷാഘാതം, മരണം എന്നിവയാണ് ഉണ്ടാവുന്നത്. രോഗലക്ഷണങ്ങൾ പ്രകടമായ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക വളരെ പ്രയാസമായതിനാൽ തന്നെ കടിയേറ്റ ഉടൻ ചികിത്സ ആരംഭിക്കേണ്ടത് അനിവാര്യമാണ്. കടിയേറ്റ ഉടൻ നാം ചെയ്യേണ്ടത്, ഒരു മൃഗം കടിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് മുറിവ് നന്നായി ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും കഴുകണം. ശേഷം അണുനാശിനി എന്തെങ്കിലും പുരട്ടി എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. വീട്ടുവൈദ്യങ്ങളിൽ ആശ്രയിക്കാതെ വൈദ്യസഹായം ഉടൻ ആരംഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പേവിഷബാധ പൂർണ്ണമായും പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗമാണ്. വളർത്തുനായകൾക്കും പൂച്ചകൾക്കും കൃത്യമായ ഇടവേളകളിൽ പേവിഷബാധ വാക്സിൻ നൽകണം. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യത്തെ ഡോസ് വളർത്തു മൃഗങ്ങൾക്ക് 3 മാസമാവുമ്പോൾ ചെയ്യുകയും 4-ാം മാസം ബൂസ്റ്റർ ഡോസ് ചെയ്യുകയും വേണം. പിന്നെ വർഷം ഓരോ വാക്സിൻ വീതം ചെയ്യണം. ഇതാണ് അതിന്റെ ഷെഡ്യൂൾ. വാക്സിനേഷൻ കൃത്യമായി നടത്തിയാൽ രോഗവ്യാപനം വലിയ തോതിൽ തടയാൻ കഴിയും. അതോടൊപ്പം തെരുവു നായകളുടെ വാക്സിനേഷനും ജനബോധവൽക്കരണവും രോഗനിയന്ത്രണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. സംശയാസ്പദമായ മൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ പാടില്ല. പേവിഷബാധ സംശയിക്കുന്ന മൃഗങ്ങളെ ഒരിക്കലും നേരിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. അത്തരം മൃഗങ്ങളെ പ്രകോപിപ്പിക്കുകയോ പിടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അപകടകരമാണ്. ഉടൻ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിവരം അറിയിക്കുകയും നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുകയും രോഗവ്യാപനം തടയുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. മൃഗത്തെ നിരീക്ഷിക്കൽ. ഒരു നായയോ പൂച്ചയോ ഒരാളെ കടിച്ചാൽ കഴിയുന്ന സാഹചര്യത്തിൽ ആ മൃഗത്തെ 10 ദിവസം നാം നിരീക്ഷിക്കേണ്ടതാണ്. ഈ കാലയളവിൽ മൃഗത്തിന് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നാൽ മൃഗത്തെ നിരീക്ഷിക്കുന്നതിന്റെ പേരിൽ ചികിത്സ വൈകിക്കരുത്. കടിയേറ്റ വ്യക്തി ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തി ആവശ്യമായ ചികിത്സയും വാക്സിനേഷനും ആരംഭിക്കേണ്ടതാണ്. ഓർമ്മിക്കേണ്ട കാര്യം, നിരീക്ഷണവും ചികിത്സയും ഒരേ സമയം മുന്നോട്ട് പോകേണ്ട നടപടികളാണ് എന്നതാണ്. പേവിഷബാധ തടയാനുള്ള മാർഗങ്ങൾ. പേവിഷബാധയെ ഫലപ്രദമായി തടയാൻ ചില ലളിതമായ മുൻകരുതലുകൾ പാലിച്ചാൽ മതിയാകും. വളർത്തു മൃഗങ്ങൾക്ക് കൃത്യമായ വാക്സിനേഷൻ നൽകുക. ഓമന മൃഗങ്ങളെ ഉത്തരവാദിത്തത്തോടെ ലൈസൻസ് എല്ലാം എടുത്ത് ഉത്തരവാദിത്തത്തോടെ വളർത്തുക. തെരുവ് നായകളെ അനാവശ്യമായി പ്രകോപിപ്പിക്കാതിരിക്കുക. പരിചയമില്ലാത്ത മൃഗങ്ങളോട് അകലം പാലിക്കുക എന്നിവ പ്രധാനമാണ്. കുട്ടികൾക്ക് മൃഗങ്ങളോട് എങ്ങനെ സുരക്ഷിതമായി പെരുമാറണമെന്ന് ചെറുപ്പം മുതൽ പഠിപ്പിക്കുകയും വേണം. സമൂഹത്തിന്റെ കൂട്ടായ ശ്രമത്തിലൂടെയാണ് പേവിഷബാധ നിയന്ത്രിക്കാൻ കഴിയുക. പേവിഷബാധ നിയന്ത്രണത്തിൽ വൺ ഹെൽത്ത് സമീപനത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇതിൽ വൺ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ ആരോഗ്യം, മൃഗങ്ങളുടെ ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ആശയമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊതുജനങ്ങൾ എന്നിവയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ രോഗനിയന്ത്രണം സാധ്യമാവുകയുള്ളൂ. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ പേവിഷബാധ രഹിത സമൂഹം സൃഷ്ടിക്കാൻ കഴിയൂ.
പൊതുജനങ്ങൾക്ക് ഈ പേവിഷബാധ പ്രതിരോധത്തിൽ നിർണായക പങ്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജൈവ മാലിന്യ സംസ്കരണമാണ്. ശാസ്ത്രീയമായ ജൈവ മാലിന്യ സംസ്കരണം നടപ്പിൽ വരുത്തിയാൽ തെരുവ് നായകളുടെ പ്രജനനവും ഒരു പരിധിവരെ തടയാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങൾക്ക് കൃത്യമായി വാക്സിൻ നൽകുക, കടിയേറ്റ ഉടൻ ചികിത്സ നൽകുക, സംശയാസ്പദമായ മൃഗങ്ങളെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നിവ ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. പേവിഷബാധയെ കുറിച്ചുള്ള നമുക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കലും നമ്മുടെ കടമയാണ്. പേവിഷബാധ ഒരിക്കൽ രോഗലക്ഷണങ്ങൾ പ്രകടമായാൽ മാരകമായ രോഗമാണെങ്കിലും സമയബന്ധിതമായ ചികിത്സയും പ്രതിരോധ നടപടികളും സ്വീകരിച്ചാൽ ഇത് പൂർണ്ണമായും തടയാൻ കഴിയുന്നതാണ്. ഇനി സർക്കാർ തലത്തിൽ പേവിഷബാധയ്ക്ക് എതിരായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. അവ പ്രധാനമായും വാക്സിനേഷൻ, തെരുവ് നായകൾക്ക് വാക്സിനേഷൻ, ജനങ്ങൾക്ക് ബോധവൽക്കരണം, തെരുവ് നായകളുടെ വന്ധ്യംകരണം, പൊതുജന ബോധവൽക്കരണ പരിപാടികൾ, സ്കൂൾ തലത്തിൽ ബോധവൽക്കരണം എന്നിവയാണ്. ഈ പദ്ധതികളുടെ വിജയത്തിനും പൊതുജനങ്ങളുടെ സഹകരണവും ഒരുപോലെ ആവശ്യമാണ്. ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 28-നാണ്. ലോക പേവിഷബാധ ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിവസം നാം പേവിഷബാധയെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും വാക്സിനേഷന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് ആ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ പ്രവർത്തനങ്ങളിൽ നമുക്കും സജീവമായി പങ്കാളികളാകും. 2030 നായകളിൽ നിന്നുള്ള മനുഷ്യരുടെ പേവിഷബാധ മരണങ്ങൾ 0-ൽ എത്തിക്കുക എന്നതാണ് ആഗോള ലക്ഷ്യമായി കാണുന്നത്. ഇതിനായി വാക്സിനേഷൻ, സമയബന്ധിത ചികിത്സ, തെരുവ് നായ നിയന്ത്രണം, പൊതുജന ബോധവൽക്കരണം എന്നിവയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പേവിഷബാധയെ കുറിച്ച് കാര്യമായി മനസ്സിലാക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ കാരണം; രണ്ടാമത്തത് അതിൻ്റെ രോഗവ്യാപന രീതി; മൂന്നാമത്തത് അതിൻ്റെ ലക്ഷണങ്ങൾ; നാലാമത്തത് അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ, മുൻകരുതലുകൾ; പിന്നെ നമുക്കതിനെ എങ്ങനെ സാമൂഹ്യമായും വ്യക്തിപരമായും അതിനെ നേരിടാം. ഇത്രയും വിവരങ്ങൾ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമാണ് ഈ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. രോഗനിർണയം കൂടാതെ വെറ്ററിനറി പേവിഷബാധ നിർണയത്തിൽ വെറ്ററിനറി ഡോക്ടർമാർക്കും നിർണായക പങ്കുണ്ട്. രോഗനിർണയം, വാക്സിനേഷൻ, സംശയാസ്പദമായ മൃഗങ്ങളുടെ നിരീക്ഷണം, പൊതുജന ബോധവൽക്കരണം എന്നിവ അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത് സർക്കാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ്. വെറ്ററിനറി സേവനങ്ങളുടെ ശക്തമായ പിന്തുണ രോഗനിയന്ത്രണത്തിന് അത്യന്താപേക്ഷിതവുമാണ്. പേവിഷബാധ തടയുന്നതിൽ പൊതുജനങ്ങളുടെ അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം. ചിലയിടങ്ങളിൽ നായയുടെ കടിയേറ്റാൽ ചികിത്സ തേടുന്നതിന് പകരം വീട്ടുചികിത്സയും നാട്ടുചികിത്സയും എല്ലാം അവരോധിക്കുകയും അതിന് ശേഷം വൈകി മാത്രം ചികിത്സ തേടുകയും ചെയ്യാറുണ്ട്. ഒന്നിലധികം മരണങ്ങൾ കഴിഞ്ഞ വർഷം നടന്നത് ഇതുപോലെ ചികിത്സ വൈകിയത് കൊണ്ടാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കടിയേറ്റാൽ മുറിവിൽ എത്തുന്ന രോഗാണു തലച്ചോറിൽ എത്തുന്ന ആ സമയത്താണ് നമുക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അപ്പോൾ നമ്മൾ വാക്സിനേഷൻ ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിലുള്ള ആന്റിബോഡി ഉൽപാദനം വർദ്ധിക്കുകയും തലച്ചോറിൽ എത്തുന്നതിന് മുമ്പായിട്ട് ആ വൈറസിനെ നശിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കാലയളവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതാണ് അധിക പേവിഷബാധ മരണത്തിനും കാരണമാകുന്നത്. ഒരു പ്രാവശ്യം കടിയേറ്റ്
ഫുൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് വാക്സിനേഷൻ, അതായത് കടിയേറ്റ ദിവസം 0th ഡേ, പിന്നെ 3rd ഡേ, 7th ഡേ, 14th ഡേ, 28th ഡേ, ഇത്രയും ദിവസങ്ങളിലാണ് കടിയേറ്റ ഒരാൾ വാക്സിനേഷൻ ചെയ്യേണ്ടത്. അതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു കടി ഏൽക്കുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 0, 3 ഈ 2 വാക്സിൻ മാത്രം ചെയ്താൽ മതിയാവും. ആദ്യം ചെയ്ത ഫുൾ വാക്സിനേഷൻ തന്നെ നമ്മുടെ ശരീരത്തിൽ അതിനുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം ബോഡിയിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ വലിയ മുറിവ് സംഭവിച്ച കടിയാണെങ്കിൽ ആ ഭാഗത്ത് ഇമ്മ്യൂണോഗ്ലോബിൻ ചികിത്സ ചെയ്യുന്നത് സാധാരണമാണ്. അത് നടത്തുന്നത് ആ ഭാഗത്ത് വൈറസ് മൾട്ടിപ്ലൈ ചെയ്യാതിരിക്കാനും ശരീരത്തിലെ വാക്സിൻ പ്രകാരം ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് വൈകിയാലും ഉടൻ തന്നെ ഇമ്മ്യൂണോഗ്ലോബിൻ നേരിട്ട് കൊടുക്കലുമാണ് അതിന്റെ ഉദ്ദേശം. ഏതായാലും കടിയേറ്റ ഉടനെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സ പ്രയാസമായതിനാൽ കടിയേറ്റ ഉടനെ ചികിത്സിക്കലാണ് ഏറ്റവും പ്രധാനമായ നടപടി. കടിയേറ്റാൽ ഉടൻ ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകത, മുറിവ് ശരിയായി കഴുകുന്ന രീതി, വളർത്തുമൃഗങ്ങളുടെ വാക്സിനേഷൻ എന്നിവയെക്കുറിച്ച് ഓരോരുത്തരും ശരിയായ അറിവ് നേടുകയും അത് കുടുംബാംഗങ്ങളിലേക്കും സമൂഹത്തിലേക്കും പകർന്നു നൽകുകയും ചെയ്യേണ്ടതാണ്. പേവിഷബാധയെക്കുറിച്ച് സമൂഹത്തിൽ പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അവ വീട്ടുവൈദ്യങ്ങൾ കൊണ്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കാൻ പാടില്ല. മുറിവിൽ മുളക്, മഞ്ഞൾ, എണ്ണ തുടങ്ങിയവ പുരട്ടുന്നത് ശരിയായ ചികിത്സയല്ല. ശാസ്ത്രീയ ചികിത്സയാണ് ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത്. പേവിഷബാധ നിയന്ത്രണം ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓരോ കുടുംബവും, ഓരോ വിദ്യാലയവും, ഓരോ സമൂഹവും ഈ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരിക്കണം. സുരക്ഷിതമായ സമൂഹം സൃഷ്ടിക്കൽ എല്ലാവരുടെയും പങ്കാളിത്തം അനിവാര്യമാണ്. അതുപോലെ തന്നെ പേവിഷബാധയെ ഭയക്കേണ്ടതില്ല, പക്ഷെ അവഗണിക്കാൻ പാടില്ല. കടിയേറ്റാൽ ഉടൻ മുറിവ് കഴുകുക, വൈദ്യസഹായം തേടുക, വാക്സിനേഷൻ പൂർത്തിയാക്കുക. ഈ 3 കാര്യങ്ങൾ ജീവിതം രക്ഷിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളാണ്. പേവിഷബാധയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയൊന്നും ഷെയർ ചെയ്യാനില്ല. ഇത്രയും ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ ചില സമയത്ത് പൂച്ചകള്, ഇപ്പം നമ്മൾ വളർത്തുന്ന നാടൻ പൂച്ചകൾ ഉണ്ടാവില്ല, അവർക്ക് നമ്മള് വാക്സിനേഷൻ ഒന്നും അധികം ആളുകളും കൊടുക്കാറില്ല. ഈ പൂച്ച ചില ആളുകളെ മാന്തുകയോ അല്ലെങ്കിൽ കടിക്കുകയോ പല്ലോ നഖോ തട്ടുമ്പം ബ്ലഡ് വരാതെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു സ്ക്രാച്ച് മാത്രം സ്കിന്നിൽ കാണാറുണ്ട്. ആ സമയത്ത് പല ആളുകളും വാക്സിനേഷൻ ചെയ്യാറില്ല. ബ്ലഡ് വന്നാലേ വാക്സിനേഷൻ ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളൊരു ചിന്ത ആളുകളുണ്ട്. അത് ശരിയാണോ? അത് തെറ്റായ ധാരണയാണ്. അതായത് പൂച്ചകളെ സംബന്ധിച്ചിടത്തോളം പൂച്ചകൾ എപ്പോഴും അവരുടെ ഉമിനീര് കയ്യിലെടുത്തിട്ട് ദേഹമാസകലം വാഷ് ചെയ്യുന്ന ഒരുപോലെ ഒരു പ്രതിഭാസമുണ്ട്. അപ്പം മിക്കവാറും അത് പേവിഷബാധയുള്ള പൂച്ചയാണെങ്കിൽ അതിന്റെ നഖത്തിനിടയിൽ തന്നെ വൈറസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു പൂച്ച നമ്മളെ മാന്തിയാൽ ഇത് രക്തത്തിൽ കൂടിയല്ല പകരുന്നത്, നാഡീവ്യൂഹത്തിൽ കൂടിയാണ് പകരുന്നത്. അതായത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായാൽ തന്നെ അതിൽ ചെറിയ ചെറിയ നെർവിന്റെ എൻഡിങ്സ് ഉണ്ടാവും. ആ നെർവ് എൻഡിങ്സ് ലൂടെയാണ്, നാഡീവ്യൂഹത്തിലൂടെ പകർന്നാണ് ചെറിയ മുറിവ്, നമുക്ക് കാണുന്ന മുറിവാവണമെന്നില്ല, മൈക്രോസ്കോപ്പിക് ആയിട്ട് സൂക്ഷ്മമായ മുറിവോ, അല്ലെങ്കിൽ ആദ്യമേ നമ്മുടെ കയ്യിലും കാലിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ടാവും നമുക്ക് കാണാത്ത. അത് മതി ഒരു വൈറസിന് ആ മുറിവിൽ പ്രവേശിക്കാനും നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലെത്താനും. അതുകൊണ്ട് ഒരു കോണ്ടാക്റ്റും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. പിന്നെ അത് ആരോഗ്യ
കേന്ദ്രത്തിലെത്തുമ്പോൾ അവിടെയുള്ള ഡോക്ടർ തീരുമാനിക്കും അത് ഗ്രേഡ് 1 ആണോ, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു ഗ്രേഡിംഗ് ഉണ്ട്. അതിനനുസരിച്ചാണ് അവർ പ്രൊഫൈലാക്സിസ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വൈദ്യസഹായം തേടൽ നിർബന്ധമാണ്. അത് കാരണം ഇത് ലക്ഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സയില്ല. അതുകൊണ്ട് നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. അതുപോലെ തന്നെ മാഡം, പിന്നെ ഇപ്പൊ ഒരു വാക്സിനേഷൻ എടുത്തിട്ട് പിന്നെ വീണ്ടും ഒരു പൂച്ചയുടെയോ അല്ലെങ്കിൽ പട്ടിയുടെയോ കടിയോ മാന്തലോ ഒക്കെ ഏൽക്കുകയാണെങ്കിൽ അടുത്ത വാക്സിൻ പിന്നെ എടുക്കാൻ 6 മാസം അല്ലെങ്കിൽ 1 വർഷം അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ? അതോ അങ്ങനെ പിന്നെ എത്ര ഡ്യൂറേഷന് എത്രയാണെങ്കിലും വാക്സിനേഷൻ കംപ്ലീറ്റ് എടുക്കണമെന്നുണ്ടോ? അങ്ങനെ ഒരു പീരിയഡ് പറയുന്നില്ല. നമ്മൾ ഒരു വാക്സിനേഷൻ ഞാൻ പറഞ്ഞു 0th ഡേ, 3rd ഡേ, 7th ഡേ, 14th ഡേ, 20th ഡേ. ഇതാണ് വാക്സിനേഷൻ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ ഷെഡ്യൂൾ. ഇത് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബൈറ്റ് ഉണ്ടായാൽ ഡോക്ടറെ കാണുകയും ഡോക്ടർ അധികം അത് നിർദ്ദേശിക്കുക 0th 3rd ചെയ്യണം എന്ന് തന്നെയാണ്. അത് ഏത് ഷോർട്ട് ഡ്യൂറേഷൻ ആയാലും റിസ്ക് എടുക്കാതെ വൈദ്യസഹായം തേടി അതിൻ്റെ ഇതുപോലെയുള്ള മുറിവുടെ ഗ്രേഡും അതിൻ്റെ പൊസിഷനും ഒക്കെ വെച്ചിട്ട് ഡോക്ടർ ആ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കണം. ഇതിൽ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാല് ലക്ഷണം, ഒരു വൈറസ് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ലക്ഷണം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കരുത്. ഒരു ഡോക്ടറെ കാണുകയോ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നതോ അല്ല അതിൽ ഗൗരവമുള്ള വിഷയം. ഒരു വൈറസ് എങ്കിലും നമ്മുടെ തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ രോഗലക്ഷണം പ്രകടമായി കഴിഞ്ഞാൽ ചികിത്സ അസാധ്യമാണ്. അതുപോലെ തന്നെ ഈ വൈറസ് നമ്മുടെ സ്കിന്നില് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുറിവിൽ എത്തിക്കഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ടാണ് അത് ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഒരു തലച്ചോറിലേക്ക് എത്തുക? അതിനൊരു കാലാവധി ഉണ്ടോ? അതോ പല ആളുകളിലും പല പോലെ ആയിരിക്കോ? അത് പല സിറ്റുവേഷനിലും പല പോലെയാണ്. അതായത് വൈറസിന്റെ ചിലർക്ക് അത് പെട്ടെന്ന് തലച്ചോറിലേക്കുള്ള ദൂരം ആണ് ഒരു ഫാക്ടർ. അതായത് മുഖത്തൊക്കെയാണ് കടിയേറ്റ്, നമ്മൾ കേട്ടിട്ടുണ്ട് മുഖത്ത് കടിയേറ്റു എന്നിട്ട് വാക്സിനേഷൻ ചെയ്തിട്ടും കുട്ടി മരണപ്പെട്ടു എന്നൊക്കെ. അപ്പൊ മുഖത്തൊക്കെ കടിയേറ്റ് വെച്ചാൽ തലച്ചോറിന്റെ ഏറ്റവും സമീപ പ്രദേശമാണ്. അതുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ഇൻക്യുബേഷൻ പീരീഡ്, ഒരു രോഗാണു നമ്മുടെ റാബീസ് ആയാലും അല്ലാത്തതാണെങ്കിലും ഒരു രോഗാണു നമ്മുടെ ശരീരത്തിലെത്തി രോഗലക്ഷണങ്ങൾ പ്രകടമാക്കാൻ എടുക്കുന്ന സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് റേബീസിന്റെ കാര്യത്തിൽ വളരെ വേരിയേഷൻ ഉള്ളതാണ്. അതായത് ചിലത് ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചിലത് മാസങ്ങൾ കൊണ്ടോ ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ടോ വരെ ഈ ലക്ഷണങ്ങൾ കണ്ടെന്നു വരാം. അതുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്ന് പറയുന്നത്. ഓക്കെ, മുമ്പ് ഈ പുക്കളിന് ചുറ്റും ആണ് വാക്സിൻ ചെയ്തിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ല തോന്നുന്നു അല്ലെ? അത് ഇപ്പോ സബ്ക്യൂട്ടേനിയസ് വാക്സിനും ഉണ്ട്, ഇൻട്രാ മസ്കുലാറും ഉണ്ട്. അത് രണ്ടും അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. പൊക്കിളിന് ചുറ്റുമുള്ള വാക്സിൻ അല്ല. അത് നേരത്തെ അതിന്റെ പ്രിപ്പറേഷൻ ആ രൂപത്തിലുള്ള വ്യത്യാസമായിരുന്നു. ഇപ്പോൾ ഒന്നും കൂടെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രൂപത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് സബ് കട്ടായിട്ടോ സബ്ക്യൂട്ടേനിയസ് തൊലിയുടെ അടിയിലോ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ മസിൽ പേശികളിലോ ചെയ്യുന്ന വാക്സിനുകളാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ മുറിക്ക് ചുറ്റും ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, അത് വലിയ കടിയൊക്കെ ആണെങ്കിൽ ആ മുറിക്ക് ചുറ്റുള്ള വൈറസിനെ അപ്പൊ തന്നെ അവിടെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ചെയ്യുന്നത്. ഈ പൂച്ചയോ പട്ടിയോ നമ്മളെ വളർത്തു പക്ഷികളുണ്ടല്ലോ, കോഴി, ലവ് ബേർഡ്സ്, അങ്ങനെയുള്ള പക്ഷികളെയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് ഈ റാബീസ് ഉണ്ടാവോ? അത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് സാധാരണ രീതിയിൽ സസ്തനികളിലാണ് ഉണ്ടാവുക. സസ്തനികൾക്ക് മാത്രം, അതായത് പക്ഷിവർഗത്തിൽ വവ്വാലിന് മാത്രമുള്ളൂ വൈറസ് ഉണ്ടാവുന്നത്. പക്ഷികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഈ നമ്മൾ കടിച്ച ഉടനെ, ഇപ്പൊ ഒരു നായ ഒരു കോഴിയെ എന്തിനെങ്കിലും കടിച്ചു, ആ കടിച്ച ഉടനെ നമ്മൾ ആ കടിച്ച ഭാഗം നമ്മൾ കൈകൊണ്ട് തൊടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ മുറിവോ
ഒക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പക്ഷെ ബേർഡിന് അസുഖം വരില്ല. ഓക്കെ മാം, താങ്ക് യു. പൂച്ച നല്ലൊരു ജീവിയാണ്. പക്ഷെ പൂച്ചക്ക് ഒരു തകരാറുണ്ട്. കാറോ ബൈക്കോ വാതിലോ കണ്ടാൽ ഒന്ന് വാതിലുണ്ടി. ഒറ്റ തകരാറേ ഉള്ളൂ. ഹലോ ഹലോ, എന്തെങ്കിലും ഹലോ ഇനി വല്ല ഡൗട്ടും ഉണ്ടോ? ഒരു സംശയം ആ ഒരു സംശയം ആ പറ. ഈ വാക്സിൻ ഏ ഈ ഹലോ, വാക്സിൻ ഹലോ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. സൈഡ് എഫക്റ്റ് ഉണ്ടോ മാഡം, ഈ റാബീസ് സ്ഥിരമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി റെഗുലർ ആയിട്ടുള്ള ഈ കുത്തിവെപ്പുകൾ ശുപാർശ ചെയ്യുന്നുണ്ടോ? അതിനെന്തെങ്കിലും സൈഡ് എഫക്ട് അങ്ങനെ എന്തെങ്കിലും? റേബിസ് വാക്സിനോ? യെസ്, സ്ഥിരമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എവറി 6 months അങ്ങനെ ഒരു ഇതുണ്ടോ? അത് നമ്മൾ എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പം മൃഗങ്ങളുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന വെറ്റിനറി ഡോക്ടർമാർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ, അങ്ങനെ നമുക്കൊക്കെ ആനുവലി പ്രൊഫൈലാക്റ്റിക് ചെയ്യാറുണ്ട്. അല്ലാതെ മൃഗങ്ങളുമായിട്ടൊരു ബന്ധമില്ലാത്തവർക്ക് വെറുതെ അത് ചെയ്യേണ്ടതില്ല. ഒന്നാമത് അത്രയും വാക്സിൻ അവൈലബിൾ ആവില്ല. ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് എപ്പോഴും ഇപ്പോൾ വാക്സിൻ കിട്ടാത്തത് കൊണ്ട് ഒരു മരണം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും 6 മാസം കൂടുമ്പോൾ വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് അത് വാക്സിൻ അവൈലബിലിറ്റിനെ തന്നെ ബാധിക്കും. അപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള റിസ്ക് ഗ്രൂപ്പിന് മാത്രമാണ് നമ്മൾ റെഗുലർലി ചെയ്യാറുള്ളത്. വാക്സിന് സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. ഞാനൊക്കെ അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, വർഷത്തില് 2 വർഷം കൂടുമ്പോഴൊക്കെ. നമ്മൾ അറിയാതെ ട്രീറ്റ് ചെയ്യുന്ന അനിമൽസിന് നമുക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല, അതിനത് ഉണ്ടായിരുന്നോന്ന് അറിയണമെന്നില്ല. അതുകൊണ്ട് നമുക്കൊക്കെ അത് ഇടയ്ക്ക് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ചെയ്യാറുണ്ട്. അതിന് യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല. അതുപോലെ തന്നെ മാഡം, ഇപ്പൊ ഒരു പശുവിനെ മൃഗത്തിലാണോ അല്ലെങ്കിൽ മറ്റൊരു ഏ മൃഗത്തിലാണോ? ഇപ്പൊ നായയും പൂച്ചയും ഒറിജിനലി പിന്നെ വൈറസ് രൂപപ്പെടുന്നത് മൃഗത്തിലാണോ അല്ലെങ്കിൽ പടരുന്നതാണോ? വൈറസ് രൂപപ്പെടുന്നത് കാര്യമായിട്ട് നായ, പൂച്ച, കുറുക്കൻ, വവ്വാൽ, കുരങ്ങ് എന്നീ മൃഗങ്ങളിലാണ് ഉണ്ടാവുക. മറ്റേ നമ്മുടെ വളർത്തുമൃഗങ്ങളായ പശു, ആട്, അവർക്കൊക്കെ നമുക്ക് കടിയേൽക്കുന്ന പോലെ കടിയേറ്റാലാണ് ലഭിക്കുന്നത്. വൈറസ് ഈ രോഗം പശുവിന് കടിയേറ്റു എന്ന് വിചാരിക്കും. ഇപ്പൊ പശുവിന് കറവയുള്ള പശുവാണെങ്കിൽ അതിനെ ഉടൻ തന്നെ കറവ് നിർത്തണോ, അതോ പിന്നെ വാക്സിൻ കൊടുത്താലും പെട്ടെന്ന് തന്നെ വാക്സിൻ കൊടുത്ത് കറവ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ, പാലിലൂടെ ഇത് പകരുമോ? പിന്നെ തിളപ്പിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രി തിളപ്പിച്ചു കഴിഞ്ഞാൽ റാബിസ് വരാതിരിക്കോ? തിയറിറ്റിക്കലി പാലിൽ കൂടി വൈറസ് വിസർജിക്കുന്നില്ല. അതായത് ഉമിനീര് മാത്രമാണ് വൈറസ് പുറത്തു വിടാനുള്ള മാർഗം. ആ ഉമിനീരുമായിട്ട് പാല് കലരിയെ അല്ലെങ്കിൽ പാലിന്റെ കൈകാര്യത്തിനനുസരിച്ചോ, പിന്നെ വാക്സിന് ഇപ്പൊ ഒരു ബൈറ്റ് പശുവിന് ഇന്നൊരു ബൈറ്റ് ഉണ്ടായി, നമ്മൾ പശുക്കൾക്കൊക്കെ സാധാരണ ബൈറ്റ് ഉണ്ടാവല് മുഖത്തോ ഒക്കെ ആവും. അതായത് അവരിങ്ങനെ മേഞ്ഞ് നടക്കുമ്പോഴൊക്കെ മുഖത്തൊക്കെ ആയിരിക്കും. അപ്പൊ ബൈറ്റ് ഉണ്ടായി, നമ്മൾ അറിഞ്ഞില്ല, അതുകൊണ്ട് വാക്സിനേഷനും ചെയ്തില്ല. പിന്നെ പെട്ടെന്ന് എന്തൊക്കെയോ ഞാൻ പറഞ്ഞല്ലോ, ശാന്തമായിട്ടുള്ള മൃഗങ്ങൾ ഭയങ്കര അക്രമാസക്തവും ഉമിനീര് കൂടുതൽ ഉത്പാദിപ്പിക്കുക അങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണാം. അപ്പൊ അങ്ങനെ കണ്ടു, മൃഗാശുപത്രിയിൽ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അത് പേവിഷബാധയാണെന്ന് സ്ഥിരീകരിച്ചു. എന്ന് വെച്ച് അതിന്റെ മുമ്പ് പാല് കൊടുത്ത ആൾക്കാർക്കൊന്നും വിഭ്രാന്തിപ്പെടേണ്ട കാര്യമല്ല. തിയറിറ്റിക്കലി അതിന്റെ ആവശ്യമില്ല. പക്ഷെ ചിലവര് ഈ പേടി കാരണം ആസ്പത്രിയിൽ ചെന്നിട്ട് 1-2 വാക്സിനൊക്കെ എടുത്ത് പ്രൊഫൈലാക്റ്റിക് ആക്കി എടുക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല്, നമ്മള് തിയറി നോക്കി നിന്നാലും നമുക്കൊരു സംശയാസ്പദമായൊരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നതാവും നല്ലത്.
അതല്ല നമ്മൾ എന്നോ അങ്ങനെ ചെയ്തു പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ വിഭ്രാന്തിപ്പെടേണ്ട കാര്യമല്ല. നമ്മളത് ബോധപൂർവം വേണ്ടെന്ന് വെക്കുന്നതിനേക്കാളും നല്ലത് ചെയ്യുന്നത് തന്നെയാണ്, വാക്സിനേഷൻ ചെയ്യുന്നതാണ്. പാല് ഇങ്ങനെ ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ പാല് കറന്ന് കൊടുക്കാതിരിക്കുക. അതിന് മുമ്പ് പാല് കൊടുത്തത് അത്ര ഇതാവണമെന്നില്ല. അതായത് ഇതിന്റെ കാര്യമായിട്ടുള്ള ഗുരുതരാവസ്ഥ പറഞ്ഞാൽ ലക്ഷണം കണ്ടാൽ ചികിത്സ അല്ലല്ലോ. അപ്പൊ നമ്മള് അത് നിസ്സാരമായി കാണരുത് എന്നാണ്. ഒരു പാലിലൂടെ പശുവിനെ പിന്നെ നായി കടിച്ചാല് പിന്നെ എത്ര ദിവസം കൊണ്ട് അത് ചത്തുപോകും, അല്ലെങ്കിൽ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എന്താണ് അത് ചെയ്യുക? അതായത് ഏത് പശു ആണെങ്കിലും മനുഷ്യനാണെങ്കിലും നായയാണെങ്കിലും ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 10 ദിവസത്തിലധികം കണക്ഷൻ പോയി തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ഹലോ, കണ്ടിന്യൂ ചെയ്തോളൂ മാം. അതായത് വീഡിയോ കിട്ടുന്നില്ല. കുഴപ്പമില്ല. ഓഡിയോ മതി. നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. അതായത് ഓഡിയോ മതി. അതും കൂടെ പശു ആണെങ്കിലും മനുഷ്യനാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം മരണപ്പെട്ടിരിക്കും. അതായത് നമ്മൾ നിരീക്ഷണകാല ഇപ്പൊ ഒരു നായ തെരുവ് നായ നമ്മളെ കടിച്ചു, അതിന് പേവിഷബാധ ഉണ്ടോ സംശയമാണ്. അപ്പൊ നമ്മൾ അതിനെ കൂട്ടിലിട്ടിട്ട് 10 ദിവസം നിരീക്ഷിക്കണം എന്നാണ്. അതിനുള്ള സാഹചര്യമാണെങ്കിൽ, അതായത് തല്ലിക്കൊല്ലാനോ നമ്മൾ പെട്ടെന്ന് റേബിസാന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ കൂട്ടിലിടാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ കൂട്ടിലിട്ടിട്ട് 10 ദിവസം നിരീക്ഷിക്കേണ്ടതാണ്. ആ കാലയളവിൽ കടി കിട്ടിയ ആൾക്കാർ ചികിത്സ ചെയ്യും വേണം, എന്നാൽ നിരീക്ഷണവും ചികിത്സയും ഒരുമിച്ച് നടത്തണം. അതാണ് അതിന്റെ പോയിന്റ്. അതായത് 10 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല. ലക്ഷണം വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിൽ കൂടുതൽ ജീവിക്കില്ല. പക്ഷെ രോഗാണു കിടന്ന് ലക്ഷണം വരുന്നതിനുള്ള സമയം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അത് കടിയേറ്റ സ്ഥലം, അതിന്റെ ആളുടെ രോഗപ്രതിരോധ ശേഷി, ആന്റിബയോട്ടിക്, വാക്സിൻ, ആന്റിബോഡി ഉൽപാദനം, ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം മരണപ്പെട്ടിരിക്കും. ഓക്കെ, താങ്ക് യു മാം. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോ ഇനിയുള്ള സംശയങ്ങളൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ 269 പുലരിയിൽ നമ്മോടൊപ്പം സംവദിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ലൈല മേഡാണ്. അദ്ദേഹം നല്ല രീതിയിൽ എല്ലാവിധ സംശയങ്ങൾക്കും വ്യക്തമായ മറുപടിയുമായിട്ടാണ് ഇന്ന് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഏറ്റവും ഭംഗിയായ രീതിയിൽ പേവിഷബാധയെക്കുറിച്ച് മനോഹരമായി മനസ്സിലാക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഇത്രയും നല്ലൊരു സെഷൻ നൽകിയ ലൈല മാഡത്തിന് ഹൃദ്യമായി നന്ദി ഡിവിഷന്റെ പേരിൽ അറിയിക്കുകയാണ്. പേവിഷബാധ എന്ന ഭീകരമായ ഒരവസ്ഥയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാമെന്നും അതിന് നമുക്ക് എത്രമാത്രം അതിനെ ഇല്ലാതാക്കാം എന്നും ആണ് മാഡം നമ്മെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ മുൻവിധികളെയും മാറ്റി എഴുതിക്കൊണ്ട് നല്ലൊരു പുലരിയാണ് നമുക്കായി സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കൾക്ക് നമ്മുടെ ഡിവിഷന്റെ പേരിൽ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നൂസിയ മാഡം, ടീം ഇൻചാർജിലുള്ളവർക്കൊക്കെ സ്നേഹാശംസകൾ അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ സമാപിക്കുന്നു. താങ്ക് യു.